എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകരെ, എനിക്ക് തീർത്താത്ത നന്ദിയാണ്. കാരണം അവരുടെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ് ദിലീപ് എന്ന് പറഞ്ഞ കലാകാരൻ എന്നിവിടെ നോക്കുന്നത്. അതിന് ഞാൻ നന്ദി പറയുന്നു. മലയാള സിനിമയിൽ എല്ലാവരെയും ആരെയും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഈ അവസരത്തിൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും നന്ദിയും അതുപോലെ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും നന്മയും നേരുന്നു. പിന്നെ ഞാൻ ലിസ്റ്റിൽ രണ്ട് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ എന്നെ സിനിമ കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. എൻ്റെ പ്രൊഡ്യൂസേഴ്സ് കുറേ പേര് ഇവിടെ ഉണ്ട്. മലയാള സിനിമയിലെ ഒട്ടുമിക്ക കമ്പനിയുടെ കൂടെയും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ 150ാമത്തെ സിനിമ എന്ന് പറഞ്ഞ് ഞങ്ങളൊരു വെടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ ഈ വേദിയിൽ ഒതുങ്ങുന്നതല്ല. അത്രയും പെരുത്ത് എൻ്റെ സഹപ്രവർത്തകർ എന്നെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം ഉണ്ട്. 100 പ്രാവശ്യം കാണുന്നുണ്ടെങ്കിൽ മലയാളം നമ്മൾ വിളിക്കുന്നതാണ് ജനങ്ങളുടെ പ്രിയപ്പെട്ട നായകൻ, ജനപ്രിയ നായകൻ ദിലീപ് സർ. once again let's give it up. and ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ വളയാർ പരമശിവന്റെ കുറേ റീലുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും ട്രെൻഡിങ് ആണ്. അപ്പോൾ അതിലെ അടി സക്കെ എന്നുള്ള ഒരു ചെറിയ ഭാഗം ദിലീപേട്ടന് ഇപ്പോൾ പറയാൻ പറ്റുവാണെങ്കിൽ. താങ്ക് യു സോ മച്ച്. അല്ല, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞുവിടാൻ പാടില്ല. കാരണം ഞങ്ങൾക്ക് ഈ ഒരു മൂഡിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു അടിപൊളി സാധനം, അടിപൊളി നമ്പർ. ഇല്ല, നിങ്ങൾക്ക് വേണ്ടിയല്ല, ഞാൻ പറയാൻ വിട്ടുപോയൊരു വിഭാഗമുണ്ട്. എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ കഴിഞ്ഞ വേദിയിൽ പറഞ്ഞാണ് എൻ്റെ കൂടെ നിന്നിട്ടുള്ള ദിലീപ് ഫാൻസിൻ്റെ സഹോദരൻ. അതാണ് പറഞ്ഞു വന്നപ്പോൾ ഞാൻ ആരെയോ വിട്ടുപോയി എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. ക്ഷമിക്കുക, കാരണം അവരെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത്രയേറെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള, എനിക്ക് എന്ത് പ്രശ്നം വന്നപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുള്ള, എന്നോട് സ്നേഹം നിന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഓൾ കേരള ദിലീപ് ഫാൻസ് അസോസിയേഷൻ്റെ മെമ്പേഴ്സിനോട് മോനെ ഹലോ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ആ ഫ്ലോ കളഞ്ഞ്. അപ്പൊ സംഭവം നടക്കട്ടെ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാം. അങ്ങനെ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം ജനപ്രിയ നായകൻ ദിലീപ് സർ നമ്മുടെ പ്രിയക്കുന്നത്. ആ ഒരു ആഘോഷം എനിക്ക് തോന്നുന്നു അദ്ദേഹം വേദിയിലെത്തി ആ ഒരു ടോക്ക് കഴിഞ്ഞപ്പോൾ ശരിക്കും ഇപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും പറയാൻ തോന്നുന്നുണ്ടാവും മടി സക്കെ അല്ലേ, ആ ഒരു ലെവലിലായിരുന്നു. സോ എനിവേ, ഇനി കുറച്ചും കൂടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കാം. കലാപരിപാടികൾ ഇവിടെയാണ്, അപ്പോൾ കണ്ണുകൾ ഇവിടെ. ആൻഡ് ഇപ്പോ ദിലീപേട്ടൻ ഇവിടെ വന്ന് പറഞ്ഞൊരു കാര്യം, ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് ചിത്രത്തിലെ